ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് കുറേ നാളായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതുവഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാവുള്ളൂ. ഫ്ലാഗ് റിവ്യൂസ് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ഫസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ ഫോളോവേഴ്സ് കയറത്തുള്ളൂ. പിന്നെ അക്കൗണ്ട് പബ്ലിക്കും ആയിരിക്കണം. പ്രൈവറ്റ് ആണെങ്കിലും ഫോളോവേഴ്സ് കയറത്തില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താണ് ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഫേക്ക് അക്കൗണ്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ വരും. അത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അന്നേരം ഈ ഒരു വെബ്സൈറ്റ് വഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാര്യം ഞാൻ ഇതുവഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇത് കുറേ നാളായിട്ട് വർക്കിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ വർക്കിംഗ് ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഓരോ വെബ്സൈറ്റ് ചെയ്യുന്നവർക്ക് അവർക്കേ അറിയും. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുക. ഫ്രീ ആയിട്ട് ഒരു ക്യാഷും കൊടുക്കാൻ നമുക്ക് കിട്ടുന്നില്ല. എന്നിട്ട് വെറുതെ കളയുന്നത് എന്തിനാണ്? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂട്ടിക്കൂടെ? എന്നിട്ട് ഞാൻ ആ വെബ്സൈറ്റിലേക്ക് പോകേണ്ട ലിങ്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കൂ. അന്നേരം നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്നാണ്. ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് കണ്ടില്ലേ ഓപ്പൺ വെബ്സൈറ്റ്. അവിടെ ഒന്ന് നിങ്ങൾ എന്താണ് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട്. കേരള ഫോളോവേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കേരള ഫോളോവേഴ്സ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് നിങ്ങൾ കണ്ടോ? ആ ഫോളോയിങ് ലിസ്റ്റിൽ 56 പേരെ അവർ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 56 പേരും വേണ്ട. ആ ഫോളോയിങ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന 20 അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഞാൻ കുറച്ചെണ്ണം ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 20 അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അന്നേരം 20 അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ഈ ഒരു പേജ് വഴി ഫോളോയിങ് ലിസ്റ്റ് കയറിയിട്ട് 20 അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് എന്താണ് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഗോ ടു വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അന്നേരം 20 അക്കൗണ്ട് ഫോളോ ചെയ്തൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. അന്നേരം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഗോ ടു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ്. ഇതാണ്. ഇത് തുർക്കി ഭാഷയിലാണ് കിടക്കുന്നത്. അന്നേരം ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യേണ്ട മേളിൽ കാണുന്ന ഞാൻ റെഡ് കളർ കാണിക്കുക അവിടെ നിന്നൊന്ന് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടാണ് നമ്മുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഒറിജിനൽ അക്കൗണ്ട് ഒന്നും കൊണ്ടുപോയി ലോഗിൻ ഒന്നും ചെയ്യരുത്. ഇവിടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് സേഫാണ്. ഞാൻ ആ റൗണ്ട് ചെയ്തില്ലേ, അത് അവിടാണ് നമ്മുടെ തുർക്കി ഭാഷ മാറ്റിയിട്ട് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മറ്റേതിൽ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. എന്തായാലും ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഇതുവഴി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അന്നേരം നമുക്ക് ഈ ഫസ്റ്റ് കാണുന്നതിനകത്ത് യൂസർ നെയിമും താഴെ കാണുന്ന ബോക്സിൽ എന്താണ് പാസ്വേഡും പിന്നെ താഴെ ലോഗിനും കൊടുത്താൽ നമുക്ക് അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ പോയി കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതിൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം നമുക്കിതിലേക്ക് എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ആ ബട്ടൺ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ലോഗിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് നേരം ഒന്ന് ലോഡായതിനു ശേഷം നമ്മൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കോഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് വന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫേക്ക് അക്കൗണ്ട് മെയിൽ ഐ ഡി വെച്ചിട്ടാണല്ലോ നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നേരം ആ മെയിൽ ഐ ഡിയിലോട്ട് നമ്മുടെ ഒരു കോഡ് പോകും. ആ കോഡാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കേണ്ടത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളാണോ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെയിലിനകത്ത്
അതിനകത്ത് നിന്ന് വന്ന കോഡ് ഇതിൽ കൊടുക്കണമെന്ന് അവർ പറയുന്നത്. അന്നേരം നമ്മൾ ഏത് മെയിൽ ഐ ഡി വഴിയാണോ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു മെയിലിലൊരു കോഡ് വരും. ആ കോഡ് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് ആ പച്ച ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്ത് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാനുള്ള ഒരു മെത്തേഡിലേക്കായിരിക്കും പോകുന്നത്. ഇതിൽ അക്കൗണ്ട് നമ്മുടെ സേഫാണ്. ഇവിടെ നമ്മൾ ഒറിജിനൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ലോഗിൻ ചെയ്യുന്നില്ല. ഫേക്ക് അക്കൗണ്ട് മാത്രമാണ് ലോഗിൻ ചെയ്യുന്നത്. പിന്നെ അവർ കോഡ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തല്ലോ അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മുടെ മെയിൽ ഐ ഡി വരുന്നത്. എൻ്റെ കോഡാണ് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ താഴെ കാണുന്ന പച്ച ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ടൈം ഒന്ന് ലോഡാവും. ലോഡായതിന് ശേഷം അടുത്ത ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. 420 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് മേളിലൊരു കാണിച്ചിട്ടുണ്ട്. ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കാം. 420 ഫോളോവേഴ്സ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫ്ലാഗ് റിവ്യൂസും ഓഫ് ആക്കിയെന്ന് കൺഫേം വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇതുവഴി നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്ത് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് അതിൽ പ്രസ് ചെയ്ത് നമുക്ക് യൂസർ നെയിം കൊടുക്കാം ഗൈസ്. എന്നിട്ട് 420 എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടാണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്ത് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ആ ഒരു ബോക്സ് കണ്ടില്ലേ, ഫസ്റ്റ് കാണുന്ന ആ ബോക്സിലാണ് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റിക്കാതെ തന്നെ കൊടുക്കണം കേട്ടോ. നമ്മൾ അന്നേരം കറക്റ്റായിട്ട് അവിടെ യൂസർ നെയിം കൊടുത്തിട്ട് താഴെ കാണുന്ന ആ പച്ച ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും. അന്നേരം എൻ്റെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ട ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഞാൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ നെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലാഗ് റിവ്യൂസ് ഓഫാക്കിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അക്കൗണ്ടും പബ്ലിക് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന ആ ഒരു പച്ച ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഗൈസ്. എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അന്നേരം അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരണം. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഏത് അക്കൗണ്ടിൻ്റെ ആണോ കൊടുത്തത് ആ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ അതിൻ്റെ മേളിൽ ബോക്സിൽ വരും. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലായിരിക്കും വരുന്നത്. അതേപോലെ ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് അവിടെ വരുന്നതായിരിക്കും. നമുക്ക് ഇതുവഴി കിട്ടുന്ന 50 ഫോളോവേഴ്സാണ് 50 ഫോളോവേഴ്സാണ് കിട്ടുന്നത്. അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താഴെ അതിൻ്റെ കൗണ്ട് കാണിക്കുന്നുണ്ട്. അത് 0 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അന്നേരം ഈ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് വെബ്സൈറ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നാൾ കൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ളതാണ്. ഇതുവഴി ഒരുപാട് പേരും ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ കാണുന്നവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നേരം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. ഇതേപോലെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. എല്ലാം ഒരേ മോഡലിൽ ഇരിക്കുകയാണെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റിൽ നിന്ന് ദിവസവും ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതല്ലേ. അന്നേരം ഇതേപോലുള്ള കിടിലം വെബ്സൈറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അന്നേരം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനിയുള്ള വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ആൾ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്തിടുക. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ മച്ചന്മാരെ.